പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. നാളെ രാവിലെ 7 മണി മുതൽ 9:30 വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി NSS കരയോഗം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാംപ്രസാദ്, ഭൗതികദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? വീട്ടിലേക്കും മറ്റും ഒരുപാട് പേർ എത്തുന്നുണ്ടോ? മൊത്തി ഇപ്പോൾ വീട്ടിലേക്ക് ആരും തന്നെ എത്തുന്നില്ല. കാരണം മൃതദേഹം കൊച്ചിയിലെ റെനെ മെഡിസിറ്റി ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് പുഷ്പചക്രം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, സുരേഷ് ഗോപി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളും കൂടാതെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളടക്കം ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് രാമചന്ദ്രൻ്റെ ഭാര്യയെ ഈ മരണവിവരം അറിയിച്ചത്. ഇപ്പോഴും 2 ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഷീല. അതുകൊണ്ട് തന്നെ അവരെ വലിയ രീതിയിൽ മാനസികാഘാതം ഉണ്ടാക്കാതെയാണ് ഇപ്പോഴും വീട്ടിൽ എത്തിച്ചിട്ടുള്ളത്. ബന്ധുക്കളും മറ്റുമൊക്കെ മകൻ ഇന്നലെ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു. മകൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഇനി വിദേശത്ത് നിന്നടക്കം രാമചന്ദ്രൻ്റെ അനുജനടക്കം ന്യൂയോർക്കിൽ നിന്ന് വരാനുണ്ട്. അത് നാളെയോടുകൂടിയേ എത്തിച്ചേരുള്ളൂ. അതുകൊണ്ടാണ് സംസ്കാരം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകും. 7 മുതൽ 9:30 വരെയാണ് പൊതുദർശനം. അതിനുശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ വീട്ടിൽ നിന്നാണ് കളിചിരികളോടുകൂടി രാമചന്ദ്രനും കുടുംബവും വിഷുവിന് ശേഷം ഈ വേനലവധി ആഘോഷിക്കുവാൻ വേണ്ടി കാശ്മീരിലേക്ക് പോയത്. കാശ്മീരിലെ പൂന്തോട്ടങ്ങളും മറ്റുമൊക്കെ കണ്ട് അവിടുത്തെ താഴ്വരകളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഭീകരരുടെ വെടിയേൽക്കുകയും മകളുടെ മുന്നിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ഉണ്ടായത്. എന്തായാലും ഈ വീട്ടിലേക്ക് നാളെ ചേതനയേറ്റ ശരീരം നാളെ രാവിലെയോടുകൂടി കൊണ്ടുവരും. ഭാര്യയും മകളും കൊച്ചുമക്കളും ഇപ്പോൾ വസതിയിലാണോ ഉള്ളത്? മോദി നിലവിൽ ഈ ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഈ വീട്ടിലാണ് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മൃതദേഹത്തിനൊപ്പം അവരും എയർപോർട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഭാര്യയെ ഈ വിവരം അറിയിക്കുകയുണ്ടായത്. എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് അവരും എത്തിയത്. ഭാര്യ വലിയ സങ്കടത്തിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും വലിയ ഒരു ഷോക്കിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകൻ ബംഗളൂരുവിൽ ആയിരുന്നു. ബംഗളൂരുവിൽ നിന്ന് മകൻ കൊച്ചി വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്നാണ് പിന്നെ മൃതദേഹവുമായി ഈ റെനെ മെഡിസിറ്റിയിലേക്ക് എത്തിച്ചത്. നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ കൂടിയാണ് രാമചന്ദ്രൻ. തൻ്റെ പ്രവാസ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ എത്തി കുടുംബത്തോടൊപ്പം ജീവിക്കുന്നൊരു സമയം കൂടിയാണ്. ഈ ഘട്ടത്തിൽ വിഷുവിന് ദിവസം രാമചന്ദ്രന്റെ വസതിക്ക് മുന്നിലാണോ ഉള്ളത്? അവിടെ പരിസരവാസികളോ സ്ഥലത്തെ മറ്റാരെങ്കിലും അങ്ങോട്ടേക്ക് ഉണ്ടോ? ആ പരിസരത്തുണ്ടോ? മൊത്തം ഇപ്പോൾ നമ്മൾ വീടിന് തൊട്ട് സമീപത്ത് അപ്പുറത്ത് മാറിയാണ് നിൽക്കുന്നത്. കാരണം കുടുംബം ഇപ്പോൾ ആ വീട്ടിനകത്താണുള്ളത്. മറ്റ് ബന്ധുക്കളും മറ്റാരും തന്നെ ഇവിടെ അങ്ങനെ ഇല്ല. ഒരു സാഹചര്യമാണുള്ളത്. ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നതിനാൽ നാളോടുകൂടിയ മൃതദേഹം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് ബന്ധുക്കളാരും തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുമില്ല. നിലവിലിപ്പോൾ ഈ വീട്ടിനുള്ളിൽ ആണ് ഈ നിലവിലെ ഈ മക്കളും ഭാര്യയും എല്ലാവരും തന്നെ. അവരും വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് ഉള്ളത്.